വൈകുന്നേരത്തെ ചായക്കുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇവിടെ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിടണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു നുള്ള് കായം, ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ഒന്ന് സ്ലൈസ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. മുട്ട ചേർക്കുന്നതാണ് പുഴുങ്ങിയ മുട്ട ചേർക്കുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. എന്നിട്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് ആൾ പർപ്പസ് ഫ്ലവറാണ്, അതായത് മൈദ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ കുഴയ്ക്കുമ്പോൾ നല്ല മുറുക്കം ഉണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കുഴച്ച് എടുക്കാം, അധികം ലൂസാവരുത്. എന്നിട്ടൊരു ഷേപ്പാക്കി വെക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഏതെണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഉങ്ങണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. മീനൊക്കെ പൊരിച്ചെടുക്കും പോലെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് ഈ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് പതുക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം വേണ്ടത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒരു 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്ത് ഒന്ന് മുരിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതിങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ ഷേപ്പാക്കരുത്, ഉള്ളു വേവാതിരിക്കും. അതുകൊണ്ട് കുറച്ച് ഉള്ളു വേവുന്ന തരത്തിലുള്ള കട്ടിയിൽ കുറച്ച് മാത്രം ഉള്ളിവടയൊക്കെ ചെയ്തെടുക്കും പോലെ വേണം ചെയ്യാനുള്ളത്. മാവ് ഒക്കെ ഉള്ളത് കൊണ്ട് കട്ടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേവാതെ പോവും. അപ്പോൾ ഒന്ന് മുരിഞ്ഞ് കിട്ടുമ്പം ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ 250 ml ഫ്ലവർ വെച്ചിട്ട് അത്രയും ഉള്ളിയും സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു 2 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 12 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ഫാമിലിക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനുള്ള ഒരു അടിപൊളി സ്വാദുള്ള നല്ലൊരു സ്നാക്സാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ചേർക്കുന്ന പുഴുങ്ങിയ മുട്ടയുടെ ഒരു സ്വാദ് ഇതും കൂടി ചേരുമ്പോൾ നല്ലൊരു, നമുക്ക് അറിയാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്നും ഉള്ളിവടയും വാഴയ്ക്ക അപ്പവും അതുപോലെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എളുപ്പമാണ്, ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഒന്ന്